നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് അക്ഷരമാലയെക്കുറിച്ച് പഠിച്ച ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലെ ഓരോ അക്ഷരമാലയ്ക്കും ഓരോ അക്കത്തിനും ഒരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോ ആൽഫബറ്റിനും അതേപോലെ തന്നെ അത് ഒന്നിച്ച് എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേർഡ് വാക്യത്തിനും രണ്ട് രീതിയിൽ അർത്ഥം ഉണ്ട്. ABCD എന്നിവയുടെ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അത് എഴുതി വേണം മനസ്സിലാക്കാൻ. അതായത് അതേ അല്ലെങ്കിൽ എസ്, അത് എസ് എന്നുള്ള YSS അല്ല, SS ഇൻ സാം എസ്. അതിനുശേഷം I, നമ്മൾ സ്വന്തം അയാം എന്ന് പറയുന്ന I, അതിനുശേഷം ആ ഇംഗ്ലീഷ് അക്ഷരം ABCD A to Z ഏത് വാക്യത്തിന്റെ അർത്ഥമാണ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ABCDയിലെ ആ B ആണെങ്കിൽ B, SIB ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ സിബ്, തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ ബിസിനസ് എന്നൊക്കെ പറയുന്നത് ബിസ്, വലത്തീന്ന് ഇടത്തോട്ട് വായിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലും വായിച്ചു കഴിയുമ്പോൾ ഏതാണ് അക്ഷരം അനുയോജ്യമായ അറിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഒരു ഇംഗ്ലീഷ് വാക്കായ ആൻഷ്യന്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ഒരു കഥ. പഴയകാലം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പഴയ വേദപുസ്തകങ്ങളൊക്കെ എഴുതിയ സമയത്തെ, ഭഗവത്ഗീതയൊക്കെ എഴുതിയ സമയത്തെ കാലത്തെയാണ് ആൻഷ്യന്റ് എന്ന് പറയുക. ആൻഷ്യന്റ് സ്റ്റോറി എന്നുള്ളത് അതാണ് സാധാരണ ആൾക്കാർക്ക് അധികം ഈ കാര്യം ഇങ്ങനെ വായിക്കാൻ മനസ്സിലാകാത്ത ആൾക്കാരുടെ അർത്ഥമാണ് ആ ആൻഷ്യന്റ് സ്റ്റോറി, പഴയകാലത്തെ കഥ എന്നുള്ളത്. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം അതെന്താണെന്ന് അറിയണമെങ്കിൽ അതിലെ ആൻഷ്യന്റ് സ്റ്റോറിയിലെ ഓരോ വാക്കുകളും ഓരോ ആൽഫബറ്റും സെപ്പറേറ്റ് ആയി മാറിയായി അത് ഡിവൈഡ് ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അതാണ് ഞാൻ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ അർത്ഥം പറയാം, ആദ്യമേ തന്നെ അർത്ഥം പറയാം, പിന്നെ ഞാൻ അതായത് എങ്ങനെയാണ് അർത്ഥം വന്നതെന്ന് അതിനുശേഷം പറയാം. അതായത് മനുഷ്യരാശിക്ക് വേണ്ടി യേശുക്രിസ്തു പാപം ചെയ്യുന്നു എന്നതാണ്. അത് ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്ന ഒരു ഇതല്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയ അർത്ഥമാണത്. അത് ചിലർക്ക് അത് വളരെ വിചിത്രമായി തോന്നാം, നമ്മളത് അംഗീകരിക്കുന്നില്ല, സാറില്ല, അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി എനിക്ക് ആ ധാരണ എങ്ങനെ ലഭിച്ചെന്ന് പറയാം. ആദ്യം നിങ്ങൾ വലത്തുനിന്ന് ഇടത്തോട്ട് ഏൻഷ്യന്റ് സ്റ്റോറി എഴുതുക. അപ്പോൾ സ്റ്റോറിയാണ് ആദ്യം വരിക. എന്നിട്ട് ആ സ്റ്റോറിയുടെ തന്നെ ഏറ്റവും അവസാനത്തെ വേർഡായ ആണ് ആദ്യ വാക്ക് വരിക. അപ്പോൾ YROTS സ്റ്റോറി, പിന്നെ ഏൻഷ്യന്റ് അത് കഴിഞ്ഞ് ആദ്യം YROTSന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ അക്ഷരം ആണ്. എന്നത് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരാളെ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം അയാൾ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗത്തിലേക്ക് കൈകൾ പൊക്കി പ്രാർത്ഥിക്കുകയാണ്. അടുത്ത അക്ഷരം ആണ്. എന്നത് എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിക്കുന്ന ഒരാളെ പോലെയാണ് കാണപ്പെടുന്നത്. പുരുഷന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അത് എന്നത് പുരുഷനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പുരുഷനെ പ്രതിനിധീകരിക്കുന്നു. പ്രാർത്ഥിക്കുന്നു, ആദ്യത്തെ പ്രാർത്ഥിക്കുന്നു, രണ്ടാമത്തെ പുരുഷനെ പ്രതിനിധീകരിക്കുന്നു. അടുത്ത അക്ഷരം ആണ്. അർത്ഥം അറിയാൻ നമ്മൾ മുന്നേ പറഞ്ഞ രീതി ഉപയോഗിക്കണം. SI പിന്നെ വേർഡ് ഇടണം. അപ്പൊ നമ്മൾ SI എഴുതി, SI, S എന്ന് പറഞ്ഞ സാമിന്റെ S, I എന്ന് പറഞ്ഞ അയാം എന്നുള്ളതിന്റെ I. അപ്പൊ SIO ഒന്നിച്ച് എഴുതുന്നു, SIO. എന്നിട്ട് ആ വാക്കിന്റെ അർത്ഥം അറിയാൻ നമ്മളത് ഒന്നിച്ച് വായിക്കുക. അപ്പൊ അയ്യോ സ്ട്രെസ് ചെയ്ത് പറയാൻ നേരത്തിൽ അയ്യോ എന്ന് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇത് അയ്യോ എന്നാ ഒന്നിച്ച് വായിക്കുമ്പോൾ അയ്യോ. എന്നാ അയ്യോ എന്നൊരു അർത്ഥം പേടിച്ചു പോയോ, പേടിപ്പിക്കുന്ന എന്തോ കാര്യത്തെ കുറിച്ചാണ് ആ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് T ആണ്. ടി എന്ന വാക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കഴിയുമ്പോൾ ഒരു ആണോ പെണ്ണോ രണ്ട് കൈയും
തോളിന് സമാന്തരമായ രണ്ട് കൈകളും ഉള്ള പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരാൾ പോലെയാണ് കാണുന്നത്. അപ്പൊ അത് ആണോ പെണ്ണോ ആവാം. അത് ടി എന്ന് പറഞ്ഞാൽ അതേപോലെ മൃഗങ്ങൾക്കോ മരങ്ങൾക്കോ ഒന്നും അത്തരം രീതിയിൽ നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അതായത് മനുഷ്യരെ എല്ലാവരെയും കൂടെ ഉദ്ദേശിച്ചാണ് ആ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അക്ഷരം എസ് ആണ്. എസ് എന്ന് നമ്മൾ ഇതേപോലെ YES എന്ന് എഴുതണം. രണ്ട് രീതിയിൽ എസ് ഉണ്ട്. അത് ചില സ്ഥലങ്ങളിൽ എസ് സാമുണ്ട്, മറ്റത് അതേ എന്നുള്ള YSS ഉണ്ട്. ഇവിടെ നമ്മൾ YES ആണ് അവിടെ ഉദ്ദേശിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവ എസും YSS ഒരേ ശബ്ദമാണ്, എന്നാൽ അക്ഷരം വ്യത്യസ്തമാണ്. നമ്മുടെ ആത്മാക്ക് രണ്ട് വ്യത്യസ്ത YESനെ എന്താണ് പറയുന്നതിന് മുന്നേ നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ ആത്മാക്കൾക്ക് രണ്ട് വ്യത്യസ്ത ശരീരഭാഗങ്ങളുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ, മരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആദ്യ ഭാഗം ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തില് ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ H പോലെ ഒരു ശരീരഭാഗമുണ്ട്. അത് Hന്റെ പുറത്ത് അത് എന്റെ സ്കിന്നില് ത്വക്കില് ഡൈനോസോഴ്സിനെ കണ്ടിട്ടുണ്ടാവല്ലോ. വലിയ പണ്ട് കാലത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന നുണയാണ്. അത് ഡൈനോസോറിനെ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ മനുഷ്യന്റെ ആത്മാവിന്റെ ശരീരം തന്നെയാണ് ഈ ഡൈനോസോറിന്റെ ശരീരം. ശരിക്കും ഡൈനോസോർ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് അവര് അങ്ങനെ കളിയാക്കി പറയുന്നു എന്ന് മാത്രം. നമ്മുടെ അവസ്ഥ അതാണ്. നമ്മുടെ ആത്മാവിൽ H എന്ന് കാണപ്പെടുന്ന പോലെ ശരീരം, അതായത് രണ്ട് കാല് താഴേക്ക് രണ്ട് കാല് മുകളിലേക്ക്, ശരീരം മൊത്തം വളരെ വികൃതമായി ഈ റോസാപ്പൂ കാണാൻ നല്ല രസമാണ്. പലതരത്തിലെ മുള്ളുകളാണ്. ഈ മുള്ളുകൾ പോലെയാണ് ശരീരം മുഴുവൻ ഒരാത്മാവിന്റെ H. വളരെ ചെറുതാണ്, ഇലക്ട്രോണിനേക്കാളും ചെറുതാണ് ഈ H എന്ന് പറയുന്നത്. H എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവിന്റെ ഒരു ഭാഗമാണ്. അതേപോലെ മറ്റൊരു ഭാഗം നല്ല കാണാൻ ഭംഗിയുള്ള ഭാഗമാണ്. മറ്റത് E എന്ന് കാണാം, ഇലക്ട്രോൺ ആണ് അടുത്തത്. ഇലക്ട്രോൺ നമ്മളെ കറണ്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണൊക്കെ സത്യത്തിൽ ആത്മാക്കളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ദൈവത്തിന് അതിന് കഴിവുണ്ട്. അവർക്ക് അവർ ഉറങ്ങുകയായിരിക്കും. നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ അവർ ഉറങ്ങുന്ന സമയത്താണ് കറണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ. അത് ആത്മാക്കൾക്ക് സാധാരണ വിഷമമൊന്നും ഉണ്ടാവില്ല. പിന്നെ നരകത്തിലൊക്കെ പോയ ആൾക്കാരാണെങ്കിൽ ശരിയാ, അവർക്ക് ചില വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വിചാരിച്ചിട്ട് മനുഷ്യരാരും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതിരിക്കും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇതൊരു സീക്രട്ട് ഇൻഫർമേഷൻ ആണ്. എനിക്ക് ഉറക്കത്തിൽ കിട്ടിയ ദർശനങ്ങളിലൂടെയാണ് ഇത്. HE ഇപ്പൊ ഒരാളെ വിളിക്കാൻ നേരത്തെ H എഴുതും, എന്നിട്ട് E എന്ന് എഴുതും. അപ്പൊ ഹീ എന്നായി അവൻ. അതേപോലെ ഷീ ആണെങ്കിൽ SHE. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി കഴിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലൂടെ സ്വർഗീയ ഇടങ്ങളിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ഈ ജ്ഞാനം വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ ആലാഹ എന്ന് പറഞ്ഞ ഈശോ മിശിഹായുടെ പിതാവിന്റെ അറമായ ഭാഷയിൽ ഉള്ള പേര് ആലാഹ എന്നാണ്. നമ്മള് ദൈവം എന്നൊക്കെ പറയുന്നൊട്ടും ശരിയല്ല. ആലാഹ എന്നാണ് ഈശോ മിശിഹ എപ്പോഴും ദൈവത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈശോ മിശിഹ സംസാരിച്ച ഭാഷ അറമായ ഭാഷയാണ്. അതേപോലെ ഞാൻ കത്തോലിക്ക പള്ളിയിലെ ആളാണ്. അതുകൊണ്ട് ആൾക്കാർ അധികം ഞാൻ ആരെയും നാണം കെടുത്താനൊന്നും അല്ല അത് പറയുന്നത്. ഇത് ഒരു അറിവാണ്. അറിവ് ഒരിക്കലും ഭയപ്പെടുത്തരുത്. അറിവ് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ കൊലയാണ് പിന്നീട് ഉണ്ടാവുന്നത്. ആൾക്കാരെ കൊല്ലുക. പണ്ട് കത്തോലിക്ക സഭ മെത്രാപ്പാരൊക്കെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. എന്നെ കൊല്ലാൻ വേണ്ടി ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവും. ഈശോ മിശിഹ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ. എനിവേ, കാരണം ഈ ദൈവത്തിന് മാത്രമാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയ മഹത്വം കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഈശോ മിശിഹായ്ക്ക് മഹത്വം കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ദൈവം കാണിച്ചു തന്നത്. കുറെ പേർ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി ആരെയും അധികം വിധിക്കുന്നില്ല. പക്ഷെ ഈശോ മിശിഹ പാപം ചെയ്യുന്നത് പറയാനുള്ള അവകാശം അധികാരം എനിക്കുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ HE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവെന്ന് ഒന്നിച്ച് ഒന്ന് വന്നപ്പോൾ പൂർണ്ണമായ ആത്മാവാണ് ഹി. H ആൻഡ് ഇലക്ട്രോണും Hഉം. അപ്പൊ നമ്മൾ S എന്ന് പറഞ്ഞല്ലോ, Sല് YES എന്നുണ്ട്. അപ്പൊ SYE. Y എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഇലക്ട്രോൺ. അതാണ് YE എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം.
അപ്പൊ അത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് അപ്പോൾ എന്താ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രാർത്ഥിക്കുന്ന ഒരാണ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആള് പേടിച്ചു കഴിഞ്ഞാൽ ഓന്ന് കഴിഞ്ഞാൽ പേടിച്ചു കഴിഞ്ഞാൽ അത് STORY. അപ്പോൾ YR പ്രാർത്ഥിക്കുന്ന ആണ് പേടിച്ചു കഴിഞ്ഞാൽ T മുഴുവനും പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യും. T എന്ന് വെച്ചാൽ മനുഷ്യർ മുഴുവനും, ആണും പെണ്ണും. അതാണ് സ്റ്റോറിയുടെ അർത്ഥം. ഇനി ആൻഷ്യന്റിന്റെ അർത്ഥം എടുക്കാം. ആൻഷ്യന്റെ വലത്തിൽ നിന്ന് ഇടതുവശത്തേക്ക് വായിക്കാൻ നേരത്ത് T എന്ന് വെച്ചാൽ സെയിം മനുഷ്യരാണ്. എന്നിന്റെ അടുത്തത് എന്നിനെ അറിയണമെങ്കിൽ പിന്നീടും നമ്മളിപ്പോ ഈ അയ്യോടെ അയ്യോ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇത് ആദ്യം എഴുതുക, പിന്നെ അതേ ഞാൻ, അതാണ് പറയുന്നത്, അതേ ഞാൻ ഇന്നതാണ്. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മള് SIO എന്ന് പറയുന്നത് അതേ ഞാൻ ഇന്നതാണ്, അതേ ഞാൻ ഇന്നതാണ്. അപ്പൊ അതേ ഞാൻ ഇന്നതാണെന്ന് എഴുതുന്നതാണ് SIN. എന്നിട്ട് ഒന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ SIN എന്താ? സിൻ എന്ന് വെച്ചാൽ പാപം. അപ്പോ എന്ത് പറയുന്നത്? T അപ്പോ മനുഷ്യര് പാപം ചെയ്തു കഴിയുകയാണെങ്കിൽ അവര് സിന്നി, അത് കഴിഞ്ഞിട്ടുള്ളത് ആണ്, ഇലക്ട്രോൺ ആണ്. അപ്പൊ അത് പാർട്ട് ഓഫ് ദ സോൾ, ആത്മാവിന്റെ ഒരു ഭാഗം. അപ്പൊ ഈ മനുഷ്യര് പാപം ആദ്യം ആണുങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പൊ അവർ പേടിച്ചു പോയി കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും ആ പ്രാർത്ഥന ജോയിൻ ചെയ്യും. എന്നിട്ട് TN ആണ്, എന്നിട്ട് TNE. അപ്പൊ എന്നിട്ട് മനുഷ്യർ പ്രാർത്ഥന ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പിന്നെ പാപികളായി തിരിയുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ എന്തെങ്കിലും കാരണവശാൽ പാപികളായി തുടരുകയാണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ അടുത്തത് I ആണ്. ഐനെ വീണ്ടും നമ്മൾ I എന്നുള്ളത് രണ്ട് I ഉണ്ട് അവിടെ. യേശുമിശിഹ മാത്രമാണ് ഞാനെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞ ഞാനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി യേശുമിശിഹയാണ്, ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന യേശുമിശിഹ. അപ്പൊ ഈ I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യേശുമിശിഹ ജീസസിനെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളത് C ആണ്. സീനെ SI, അതേ ഞാൻ, SIC എന്ന് എഴുതുക. SIC ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ സിക്ക് എന്നാണ്. SICK ആണ് സ്പെല്ലിങ്. പക്ഷെ നമുക്കിതില് SIC എന്ന് പറഞ്ഞാൽ തന്നെ സിക്ക് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ കറക്റ്റ് സ്പെല്ലിംഗ് അല്ല കിട്ടുന്നത്, നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാവും. അപ്പൊ അപ്പൊ ജീസസ് ക്രൈസ്റ്റ് സിക്ക് ആവുമെന്നാണ് ഇവിടെ പറയുന്നത്. I കഴിഞ്ഞ് കഴിഞ്ഞാൽ C. അപ്പോ വാർത്തയുടെ അടുത്ത വശത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ IC, ജീസസ് സിക്ക് ആവുന്നു. അത് കഴിഞ്ഞിട്ട് N ആണ്. നമ്മളിപ്പോ ഓൾറെഡി കണ്ട എന്ന് പറഞ്ഞ അർത്ഥം സിൻ ആണ്. അപ്പൊ സിൻ എന്ന് പറഞ്ഞാൽ പടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സാധാരണ എല്ലാവർക്കും അറിയാം. പടം എന്ന് വെച്ചാൽ ലൗകിക പടമാണ്, സിനിമകളാണ്. പടം എന്ന് കാണിക്കുക, പോണ്, ഇന്റർനെറ്റിൽ പോണ്, ഇതെല്ലാം ആണ്. നമ്മൾ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പൊ വിദേശങ്ങളിലൊന്നും പടം എന്നല്ല പറയാ, അവർ അഡൾട്ട് പടം എന്നാണ് പറയാ. എന്തായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ നേരത്ത്, ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ നേരത്ത് മുകളിലും നടുവിലും കണക്ഷൻ ഉണ്ട് അല്ലെ? അതല്ലേ അതായത് ചുംബനവും ഇന്റർകോഷനുമാണ് യിലൂടെ മനസ്സിലാവുന്നത്. അപ്പോ സിൻ അപ്പൊ ഈശോമിശിഹ പാപം, മനുഷ്യർ പാപം ചെയ്ത് കഴിയുമ്പോൾ ഈശോമിശിഹ ഈശോമിശിഹയ്ക്ക് രോഗം വരുന്നു. കാരണം ഈശോമിശിഹയുടെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾ ഇത് അപ്പം മുറിച്ച് പറഞ്ഞ് ഇതെന്റെ ശരീരമാണെന്നാണ് പറയുന്നത്. ഈശോമിശിഹയുടെ ശരീരമാണ് നമ്മൾ കഴിക്കുന്നത്. ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്. നമ്മൾ ഈശോമിശിഹയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ പാപികളായി മാറുമ്പോൾ ഈശോമിശിഹയ്ക്കാണ് അസുഖം വരുന്നത്. അത് അസുഖം വരുന്നത് വൈറസ് സിക്നസ് എന്തെങ്കിലും സിക്നസ് ആവാം. നമുക്ക് ഉണ്ടാകുന്ന സിക്നസ് ക്യാൻസർ വരണമെന്നല്ല, പക്ഷെ ക്യാൻസറിന്റെ പകരമായ ആത്മാവിലുള്ള വേറെ എന്തെങ്കിലും രോഗം വന്നെന്ന് വരും. അപ്പൊ യേശുമിശിഹയ്ക്ക് സിക്കാവുന്നു. എന്നിട്ട് യേശുമിശിഹ രക്ഷിക്കാൻ, ആരെയാണോ രക്ഷിക്കാൻ എനിക്കറിയില്ല, സ്വന്തം രക്ഷിക്കാനാണോ നമ്മളെ രക്ഷിക്കാനായിട്ടാണോ പാപം ചെയ്യുന്നു. ആ ലൗകികമായ പാപം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ലൗകികമായ പാപം ചെയ്യുന്നു, അതാണ്. അപ്പോ മുഴുവനും ആൻഷ്യൻ സ്റ്റോറിയുടെ മുഴുവനും വലത്തിൽ നിന്ന് ഇടത്തേക്ക് വായിക്കുമ്പോൾ ആണുങ്ങൾ 6 മൂത്രമൊഴിക്കുന്ന ആണുങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന ആണുങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ അയ്യോ പേടിച്ചു കഴിഞ്ഞാൽ
മനുഷ്യരാശി മുഴുവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആണും പെണ്ണും തുടങ്ങും. അപ്പോൾ അങ്ങനെ അങ്ങനെ എന്നിട്ട് അതിനുശേഷം ആങ്ഷ്യന്റിൽ ആ തീ, അതായത് മനുഷ്യരാഗ്നി പാപാത്മക്കളായി മാറുകയാണെങ്കിൽ യേശുമിശിഹ ഞാനെന്ന് വിശ്വസിക്കുക, സിക്ക് ആവുന്നു. സി എന്ന് പറഞ്ഞാൽ സിക്ക്. അപ്പൊ യേശുമിശിഹ അസുഖം വരുന്നു, എന്നിട്ട് യേശുമിശിഹ പാപം ചെയ്യുന്നു. എന്നെ വെച്ചാൽ സിന്നെ. ഓക്കെ, ഇനി ഞാൻ എഴുതി വെച്ചത് മുഴുവനും പറഞ്ഞു നോക്കട്ടെ. ഞാൻ ഉദ്ദേശിക്കുക ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് അഡ്വർടൈസ് ചെയ്യാം കേരളത്തിൽ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും ശാന്തി നേരുന്നു, സമാധാനം.